Good afternoon to all. Good afternoon, ma'am. Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Yeah. Okay. Good afternoon. കഴിച്ചോ ലഞ്ച് കഴിച്ചോ? No. Very good. ഉറക്കം വരുന്നോണ്ട് കഴിച്ചില്ല. ഇന്നലെ പറഞ്ഞല്ലേ? Okay. പിന്നെന്താ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷത്ത് കാണാം? ഇങ്ങനെ കണ്ടേ ഉള്ളൂ. എന്നാലും ചോദിക്കണമല്ലോ അല്ലേ? സൈലന്റ് ആണല്ലോ. എന്ത് പറ്റി? Be silent. Good afternoon, ma'am. Yeah, good afternoon. ആശ എല്ലാം ഞാൻ കൊണ്ടുവരാം കേട്ടോ. അതും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ ദെൻ ഇതൊക്കെ ക്ലാസ്സിൽ വെച്ച് തന്നെ ചോദിക്കണം. ഞാൻ ഈ ഷെയ്ഡൊക്കെ പറഞ്ഞുതരാം അല്ലെ? അറിയാം വേഗം അതെല്ലാം പറഞ്ഞു തരേണ്ടി വരും. പിന്നെന്താ ക്ലാസ്സിലൊക്കെ പോയാലോ എന്നാല്? ഓക്കെ ഒന്നും പറയാൻ സംസാരിക്കാനൊന്നും ഇല്ലാതാ അല്ലേ? എന്റെ പോർഷൻ വേഗം തീരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി മോഡൽ 4 ഞാൻ കടന്നു. മോഡൽ 3 കംപ്ലീറ്റ് ആയി. 4 ഞാൻ കടന്നു. ഇനി ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ. അതോടുകൂടി എന്റെ പോർഷൻ തീർന്നു. ഈ ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ പോർഷൻ തീർന്നിട്ടില്ലെങ്കിൽ അത് കടം വാങ്ങി എടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഫ്രീ ആകും ഞാൻ കുറച്ച് കഴിയുമ്പോൾ. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു എന്നല്ല, സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പൊ പറയണ്ടല്ലോ, ക്ലാസ്സിന് ശേഷം പറഞ്ഞാൽ മതിയോ? എന്ത് പറ്റി? എന്തെന്നില്ല ആരും? എന്ത് പറ്റി? പറഞ്ഞിട്ട് നോക്കാം. വെയിറ്റിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പറയുന്നത് കറക്റ്റാണോ നോക്കാം ആദ്യം. PG കുറച്ച് പേര് PG എടുത്തിട്ടുണ്ടല്ലേ, PG കോഴ്സ് എടുത്തിട്ടുണ്ട്. സോ അവർ 10 month കഴിയുമ്പോഴാണ് PG കോൺവെക്കേഷൻ വരെ സർട്ടിഫിക്കറ്റ് കിട്ടുക. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേറെ, PG സർട്ടിഫിക്കറ്റ് വേറെ. ഇതെല്ലാം അറിയാം നിങ്ങൾ. ഓക്കെ ക്ലിയർ? ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലേ? കുറച്ച് പേര് മാത്രമാണ് PG എടുത്തത്, ബാക്കി എല്ലാവരും ഡിപ്ലോമയിലാണോ ഉള്ളത്. അപ്പൊ ഡിപ്ലോമ കഴിയുമ്പോൾ തന്നെ നമുക്ക് കോൺവെക്കേഷൻ ഉണ്ട്. എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഓക്കെ. PG ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും ജോയിൻ ചെയ്യാം. രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. ഓക്കെ. അറൌണ്ട് ഒരു 1200 ഐ തിങ്ക് സോ. ഓക്കെ. ആ രജിസ്ട്രേഷൻ ഫീ അടിച്ച് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാം, പെർഫോം ചെയ്യാം, എവരിതിങ് വി ക്യാൻ ഡു ഇറ്റ്. ഓക്കെ. അപ്പോ പിന്നത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, പ്രോബ്ലം അല്ല, പിന്നെ നിങ്ങളുടെ ഒരു പിന്നെ ഇപ്പോ ഡിപ്ലോമക്കാര് വരുമ്പോ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ടീച്ചർ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ക്ലിപ്സ് എടുക്കാം, ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാം അല്ലെ? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഡിപ്ലോമക്കാർക്ക് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് PG-ക്കാർ ചുമ്മാ ആഗ്രഹിക്കണമല്ലോ എന്നൊരു ചിന്ത വരും. അവർക്കും ആഗ്രഹമുണ്ട്, ഫോട്ടോസ് എടുക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലെ? അതൊരു മെമ്മറി ആണ് എല്ലാവർക്കും. അപ്പോ അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വാങ്ങാം. പക്ഷേ അത് കുറച്ചുകൂടെ നഷ്ടമാണ്. എന്റെ ആവശ്യമൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ, കാരണം എക്സ്ട്രാ നമ്മുടെ എമൗണ്ട് കൊടുത്താൽ മാത്രമാണ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ ഡിപ്ലോമ. കാരണം ഡിപ്ലോമയാണ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എക്സ്ട്രാ എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുക്കാം. അത് ഫസ്റ്റ് ഓപ്ഷൻ. ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് എന്തായാലും PG-ക്ക് കിട്ടും. അപ്പൊ അത് മതി. പക്ഷെ നിങ്ങൾക്ക് അന്ന് ഫോട്ടോ എടുക്കണം എന്ന് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകും. അപ്പോ ജസ്റ്റ് ഒരു മാർക്ക് ലിസ്റ്റ് വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഞങ്ങൾ മാർക്ക് ലിസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ടീച്ചേഴ്സ് എല്ലാം മാർക്ക് ലിസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. നിങ്ങൾ വെച്ച് വാങ്ങുന്നു. സോ ആ ഒരു പിക് നിങ്ങൾക്ക് എടുക്കാം. അതായത് ഞങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട്, ഫോട്ടോസ് അങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അതായത് ഡിപ്ലോമക്കാര് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡിപ്ലോമയുടെ മാർക്ക് ലിസ്റ്റ് വാങ്ങും. അപ്പൊ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട എമൗണ്ട് എക്സ്ട്രാ വേസ്റ്റ് ആകുകയില്ല. നിങ്ങൾക്ക് ആ ഒരു പിക്ക് കിട്ടുകയും ചെയ്യും. PG കോൺവെക്കേഷന്
നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. കോൺവൊക്കേഷൻ വന്നാൽ അറ്റൻഡ് ചെയ്യാം. ഈ ഡിപ്ലോമക്കാർക്ക് കിട്ടുന്ന പോലെ തന്നെ ഫോട്ടോസ് കൊടുക്കാം, നമുക്ക് അവിടെ എൻജോയ് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയിരുന്നേ ഉള്ളൂ, PG സർട്ടിഫിക്കറ്റ്. ബാക്കി എല്ലാം നിങ്ങൾക്ക് അവിടെ ഓക്കെ ആണ്. സ്റ്റക്ക് ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? എന്റെ ക്ലിയർ ആണോ? ബ്രേക്ക് ആവുന്നുണ്ട് എന്നാണ്. ക്ലിയർ ആണെന്നല്ലേ പറഞ്ഞത്? മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി നിങ്ങളുടെ ഡൗട്ട്സും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും. ഞാൻ ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? അപ്പൊ ഈ പിന്നെ ഡിപ്ലോമക്കാർക്ക് ഏപ്രിലൊക്കെ ആകുമ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആവത്തില്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവരത് വരുന്നത് ഏപ്രിലൊക്കെ ആകുമ്പം? ഏപ്രിൽ ആകുമ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആകുകയാണെങ്കിൽ മെയ്യിലൊക്കെ കോൺവൊക്കേഷൻ വരും. അന്ന് വരും. അപ്പൊ PG കാർക്ക് പങ്കെടുക്കാൻ പറ്റുമോ, വരാൻ പറ്റുമോ? വരാൻ പറ്റും, വരാലോ. സർട്ടിഫിക്കറ്റ് പിന്നെ മേടിക്കാൻ അല്ലേ? സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത് കൂടെ പിന്നെ രജിസ്ട്രേഷൻ ഫീ കൊടുത്ത് കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരും. 2 പ്രാവശ്യം വരേണ്ട ആവശ്യം വരില്ല. പിന്നെന്താ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ എച്ച്ഐയുടെ കോൺവൊക്കേഷൻ മാത്രമേ നടക്കുള്ളൂ PG സമയത്ത്? PG സമയത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ മാത്രം കോൺവൊക്കേഷൻ നടക്കുള്ളൂ. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, ഇപ്പം മിക്കവരും ഈ ഡിപ്ലോമയിൽ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ PG കാർക്ക് കോൺവൊക്കേഷൻ ഏതായാലും മിസ് നടത്തുമായിരിക്കും എന്നല്ലേ പറയുന്നത്? അത് ഉറപ്പായിട്ട് നടത്തും എന്നല്ലേ പറയുന്നത്? സ്ട്രെങ്ത് ഉണ്ടെങ്കിലും നടത്തും. സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടെങ്കിലും ഇല്ലേലും പ്രോഗ്രാം നടക്കും. അതായത് ഇപ്പോ കണ്ടുവരുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങളുടെ ബാച്ച് 23 ബാച്ചിന്റെ കോൺവൊക്കേഷൻ ഉണ്ടാവും, ഉണ്ടാവും. അത് PG എന്നൊന്നും പറയില്ല, ഡിപ്ലോമയാണ് അത്. അല്ലെങ്കിൽ ബാച്ചിന്റെ കോൺവൊക്കേഷൻ. അപ്പോ നിങ്ങളുടെ ബാച്ചിന്റെ കോൺവൊക്കേഷൻ നടക്കുന്ന ടൈമില് കഴിഞ്ഞു പോയ ബാച്ചിലെ HA സ്റ്റുഡന്റിനും അല്ലെങ്കിൽ PG പഠിച്ചവർക്കും നിങ്ങളുടെ ബാച്ചിൽ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാത്തവർക്ക് വേണമെങ്കിൽ വന്ന് വാങ്ങാം. അത് ഏത് വർഷം പഠിച്ചവരാണെങ്കിലും. മനസ്സിലായോ? അതുകൊണ്ട് HAയുടെ കോൺവൊക്കേഷൻ നടക്കുമ്പോൾ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വന്ന് വാങ്ങാം. പക്ഷെ HA 23 എന്ന് പറയുന്ന ബാച്ച് അതിന്റെ കോൺവൊക്കേഷൻ ഇന്നൊരു ഡേറ്റിലായിരിക്കും എന്ന് നിങ്ങൾ അറിയിക്കും. പക്ഷെ PGക്ക് സെപ്പറേറ്റ് എന്താണ് HA PG3 അല്ലെ? നിങ്ങൾ ഏത് കോഴ്സ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ദിവസവും ഉണ്ടാകും. PGക്കാർക്കുള്ള കോൺവൊക്കേഷൻ അങ്ങനെ ദിവസവും ഉണ്ടാകും. പിന്നെ വെച്ചാൽ ഒറ്റയ്ക്ക് അയക്കില്ല. ഇപ്പൊ HA 23യുടെ കോൺവൊക്കേഷൻ നിങ്ങൾ മാത്രമായിരിക്കും എന്ന് ഒരു ഉറപ്പുമില്ല. കാരണം സ്ട്രെങ്ത് കുറവാണ് അല്ലെ? ക്ലാസ്സിൽ സ്ട്രെങ്ത് എത്ര പേരുണ്ട്? ഇനിയിപ്പോ റെക്കോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരും നോർമലി നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര സ്ട്രെങ്ത് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങൾ ബാച്ച് തനിച്ചാണോ അല്ലെങ്കിൽ കൂടെ ഏതെങ്കിലും ബാച്ച് ഉണ്ടാകും എന്നറിയും. അല്ലെങ്കിൽ ആ രജിസ്റ്റർ ചെയ്യുമല്ലോ, കോൺവൊക്കേഷൻ ഉണ്ടെന്ന് പറയാൻ രജിസ്റ്റർ ചെയ്യുമല്ലോ. അപ്പൊ ആ സ്ട്രെങ്ത് കൂടെ നോക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു അറൌണ്ട് 127 ഇത്രയും സ്റ്റുഡൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 23 ബാച്ച് വേണമെങ്കിൽ മാത്രമായിട്ട് കോൺവൊക്കേഷൻ നടത്താൻ പറ്റും. പക്ഷെ എല്ലാവരും അങ്ങനെ വരണമെന്നില്ല, കുറവായിരിക്കും. മനസ്സിലായോ? പൊതുവെ കണ്ടുവരുന്ന അങ്ങനെയാട്ടോ. ചില സ്ട്രെങ്ത് കുറഞ്ഞ ബാച്ച് മറ്റൊരു ബാച്ചായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും കോൺവൊക്കേഷൻ നടത്താം. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർച്ച് 28 വരുന്ന കോൺവൊക്കേഷൻ, മാർച്ച് 28 ഒരു കോൺവൊക്കേഷൻ ഉണ്ട്. അതിൽ വരുന്ന ബാച്ചസ് HA 90, HA 20, HRM, HA PG 4 or 5 ഈ 4 ബാച്ച് ഒരുമിച്ചാണ് കോൺവൊക്കേഷൻ വരുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. 4 ബാച്ച് ഉണ്ടോ സംശയമാണ്. എന്താണ് 1-2 ബാച്ച് എന്തായാലും ഉണ്ടോ? 4 ബാച്ച് അല്ലെങ്കിൽ പോലും അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷെ മോണ്ടിസോറിയെ സംബന്ധിച്ചിടത്തോളം മോണ്ടിസോറി മിക്ക ബാച്ചിനും സ്ട്രെങ്ത് കൂടുതലാണ്. 100 above സ്റ്റുഡൻസ് എന്തായാലും അവരെല്ലാവരും വരികയും ചെയ്യും. അപ്പോ MT ഒരു ബാച്ചിന്റെ കോൺവൊക്കേഷൻ മാത്രമായിരുന്നു നടന്നത്. അങ്ങനെ ഒരു നടന്നത് 2 ബാച്ച് ഒരുമിച്ചിട്ടാണെങ്കിൽ 2 പ്രാവശ്യം MT 6ഉം 7ഉം ഒരുമിച്ചാണ് നടന്നത് കോൺവൊക്കേഷൻ. അതുപോലെ 10ഉം 11ഉം ഒരുമിച്ചാണ് നടന്നത്. കാരണം അതിൽ രണ്ടിലും സ്ട്രെങ്ത് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് അത്യാവശ്യം കോൺവൊക്കേഷൻ നടത്താനുള്ള സ്ട്രെങ്ത് വന്നത്. അതുകൊണ്ട് ഈ 2 ബാച്ച് ഒരുമിച്ചാണ്. പക്ഷെ HA പൊതുവെ അങ്ങനെയല്ല. HAയില് ഇതേപോലെ നിങ്ങൾ പെർഫോം ചെയ്യുന്ന ആഗ്രഹത്തോടു കൂടി വരുന്നവരാണ്. മറ്റുള്ളവരെല്ലാവരും അങ്ങനെയല്ല, എപ്പോ വേണമെങ്കിലും വാങ്ങാം. ഇപ്പൊ നിങ്ങളുടെ ബാച്ചിന്റെ കൂടെ ചിലപ്പോൾ 21 പിള്ളേരോ അല്ലെങ്കിൽ 22 പിള്ളേരൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ 20 പിള്ളേരൊക്കെ ഉണ്ടാകും. അന്ന് വരാൻ പറ്റാത്തവര് ചിലപ്പോൾ നിങ്ങളുടെ ബാച്ചിനൊപ്പം വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പോകും
കാരണം അവർക്ക് നോക്കുമ്പോ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ അങ്ങനെയാണ് അവർ കാണുന്നത്. അല്ലാതെ അവർ എൻജോയ് ചെയ്യണമെന്നോ അല്ല അവർ മീറ്റ് ചെയ്യണമെന്നോ അങ്ങനെ ആർക്കും മിക്ക ബാച്ചിലൊന്നും ഇല്ല, പ്രത്യേകിച്ച് HA ബാച്ചിൽ. കാരണം അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പോ ബോണ്ടിങ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മനസ്സിലായോ? പക്ഷെ നിങ്ങളിത് ചോദിക്കാൻ കാരണം നിങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട്, നിങ്ങൾ പരസ്പരം കാണാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നത്. ഫസ്റ്റ് ടൈം ആണ് ആക്ച്വലി നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അത്രേ ഉള്ളൂ, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെയാണത്. അത് ഞാൻ സംസാരിച്ചപ്പോ സാറിന് മൊത്തമാക്കി മനസ്സിലായി. അപ്പൊ സാറ് തന്നെ ഇങ്ങനെ പറഞ്ഞാണ് മീൻസ് അപ്പൊ PG നിങ്ങൾ വരാതെ, കാരണം ഒരു എക്സ്ട്രാ രജിസ്ട്രേഷൻ ഫീ കൊടുത്ത് രണ്ടാമത് വരണോ അത് നിങ്ങൾക്ക് നഷ്ടമാണ്. അപ്പൊ അങ്ങനെ വരാതെ നിങ്ങൾക്ക് ആ ടൈമിൽ കൊറിയർ ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ ഡിപ്ലോമയിൽ വന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം, ഫോട്ടോസ് എടുക്കാം. പക്ഷെ മാർക്ക് ലിസ്റ്റ് ആയിരിക്കും, സർട്ടിഫിക്കറ്റ് ആയിരിക്കില്ലല്ലോ അല്ലെ? മാർക്ക് ലിസ്റ്റ് ആയിരിക്കും. സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളവർക്ക് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് വരും. കാരണം PG കംപ്ലീറ്റഡ് അല്ലാത്തതുകൊണ്ട് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ്. അപ്പൊ മാം PG സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റുമോ? പിന്നെ വീണ്ടും വരണോ അതോ PG സർട്ടിഫിക്കറ്റ് കോൺവെക്കേഷന് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അവിടെ വീട്ടിലെത്തും. ഓൺലൈനായിട്ട് അയച്ചു തരുമോ? അയച്ചു തരും, വരണമെന്നില്ല ആരും. പക്ഷെ വരണമെങ്കിലാ നമ്മൾ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു, ഫോട്ടോസ് എടുക്കുന്നു, മെഡൽസ് ഹാൻഡ് ഓവർ ചെയ്യുന്നു, അതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഫോട്ടോസ് വേണം അല്ലെ? അതാണ് കൂടുതലും. പിന്നെ ആ മൊമെന്റ് എത്രത്തോളം പ്രൗഡ് മൊമെന്റ് ആണ്, അതും കൂടി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നവരാണ് എല്ലാവരും. ഇനി കുറെ പേർക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്, അങ്ങനെ വരാത്തവരുണ്ട്. സോ എല്ലാവരും കൊറിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് പൊതുവെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, അങ്ങനെയാണ്. അപ്പൊ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എക്സ്ട്രാ ഇനി എമൗണ്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. ആ സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണം. അപ്പൊ PGക്ക് വേണമെങ്കിൽ PGയിലും എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടി വരും. 2 പ്രാവശ്യമായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എമൗണ്ട് കൊടുക്കണം. അതിലും ഭേദം PG സർട്ടിഫിക്കറ്റ് ഒരെണ്ണം മതിയാകും. നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. മനസ്സിലായോ? നമ്മള് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാല് മാർക്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യില്ലേ സ്റ്റേജിൽ വെച്ചിട്ട്? എന്തോ നമ്മള് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ അവര് മാർക്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യില്ലേ സ്റ്റേജിൽ വെച്ചിട്ട്? മീൻസ് പറഞ്ഞു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടല്ലേ? അതെ, മെയിൻ ആയിട്ട് അതിനുള്ള വരുന്നത്. മെയിൻ ആയിട്ട് ഫോട്ടോ എടുക്കാനാ വരുന്നത് അല്ലേ? അത് സെറ്റാക്കി തരാം, അതിന് പേടിക്കൊന്നും വേണ്ട. ഡിപ്ലോമയുടെ ഫംഗ്ഷൻ വരുമ്പോഴേ PGക്കാർക്ക് നമുക്ക് മെഡൽ ഫോട്ടോ എടുക്കാൻ കിട്ടത്തില്ലല്ലോ. പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉള്ളത്. അതൊന്നും പേടിക്കണ്ട. എല്ലാ ടീച്ചേഴ്സിനെയും വിളിച്ചിട്ട് ഞാൻ ഫോട്ടോ എടുത്താ പോരെ, ഞാൻ ഉണ്ടാവും അവിടെ, എല്ലാവരും ഉണ്ടാവും. അപ്പൊ പിന്നെ നമുക്ക് ഒരു ഫംഗ്ഷനിൽ വന്നാൽ മതിയല്ലോ. മതി, അതാണ് ഞാൻ പറയുന്നത്. അത് മതിയില്ലേ, പിന്നെ നിങ്ങൾ എക്സ്ട്രാ എമൗണ്ട് കൊടുത്ത് വരണ്ടല്ലോ. വേറൊരു ഡൗട്ട് കൂടി ഉണ്ട്. നമ്മളിപ്പോ ട്രോഫി ചിലവർക്ക് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള കുട്ടികൾക്കാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്ങനെ കിട്ടുക? ട്രോഫി കിട്ടണമെങ്കിൽ അതെ, ഷീൽഡ് വേണവര് ഷീൽഡ് വേണമെന്ന് പറയാം. അതിന് എക്സ്ട്രാ എമൗണ്ട് കൊടുത്ത് ഷീൽഡ് അങ്ങനെയാണ് കേട്ടോ അവിടെ ചെയ്യുന്നത്. അല്ലാതെ എല്ലാ മാർക്കിനനുസരിച്ചിട്ടല്ല, ഷീൽഡ് എല്ലാവർക്കും പൊതുവെ കൊടുക്കുന്നതാണ് അല്ലേ? അതൊരു ടോപ്പറിനൊക്കെ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടോ? ടോപ്പർ കൊടുക്കുന്നുണ്ട്. അതാ അവൾ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് 3 പേർക്കാണോ അതോ ഫസ്റ്റ് 10 പേർക്കാണോ? സത്യം പറഞ്ഞാൽ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. നീ ഉണ്ടാവും അതില്, പേടിക്കണ്ട. ഞാൻ ഉണ്ടാവൂല. ഫസ്റ്റ് സെക്കൻഡ് ഞാൻ കൊണ്ടുപോയി, തേർഡ് ഫോർത്ത് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയി. ഞാൻ ആരെങ്കിലും നോക്കാറില്ല കേട്ടോ, സത്യത്തിൽ നോക്കാറില്ല. ഫസ്റ്റ് സെക്കൻഡും കൊണ്ടുപോകണ്ട, ഏതെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി. ഇപ്പൊ പറയുകയാണെങ്കിൽ ഷീൽഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം നിങ്ങൾ വേണമെങ്കിൽ ഒരു മെമ്മറി ഫ്രെയിം തന്നെ പറയും. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലാണ് എല്ലാവരും. മെഡലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം, അന്ന് തന്നെ വേണം, കാരണം ഡിപ്ലോമ കോൺവൊക്കേഷൻ ടൈമിൽ വേണം എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തു തരും. കാരണം നിങ്ങൾ ഓൾറെഡി പാസ്സാകും, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരും. അപ്പൊ നിങ്ങൾ PGയിൽ വരുന്നില്ല, ഞങ്ങൾ കോൺടാക്ട് ഈ ഡിപ്ലോമയിലാണ് വരുന്നത്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണം, അവർ പിക്ക് എടുക്കാനാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവര് PRSനോട് കാര്യം പറയും, അതിന്റെ ഫീ എക്സ്ട്രാ എത്ര എമൗണ്ട് ആണ്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ പറഞ്ഞു. പിന്നെ ഇപ്പൊ ഡിപ്ലോമയുടെ അന്ന് PG സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ തരുമോ? ഡിപ്ലോമയുടെ അന്ന് വന്നാ സർട്ടിഫിക്കറ്റ് PGയുടെ വേണമെന്ന് ചോദിച്ചു തരുമോ? അവര് ചോദിച്ചാൽ തരും PGയുടെ തരാൻ വേണ്ടി PG പഠിച്ചാലല്ലേ കിട്ടത്തോട് തരുതേ. അതല്ല, അന്ന് വന്നാൽ കിട്ടുമെന്നാ ചോദിച്ചാ. കംപ്ലീറ്റ് ആയാലേ കിട്ടുമെന്നാ ചോദിച്ചത്. കംപ്ലീറ്റ് ആയവരുണ്ടെങ്കിൽ കിട്ടുമോ ചോദിച്ചാ അന്ന് വന്നാ?
PGയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നോ? പോസിബിൾ അല്ലല്ലോ, കംപ്ലീറ്റ് ആകണ്ടേ. ഡിപ്ലോമ കിട്ടും. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. ഈ സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങി ഫോട്ടോ എടുക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണം. മീൻസ് അപ്പോൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് PGയും വരും, അല്ലെങ്കിൽ PG ഒരുമിച്ച് വരും. അതല്ല ഏറ്റവും നല്ലത്. വേറെ ഒരു പിക്കിന് വേണ്ടിയാണെങ്കിൽ ജസ്റ്റ് ഒരു മാർക്ക് ലിസ്റ്റ് വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാമല്ലോ. ഷീൽഡ് വേണമെങ്കിൽ ഷീൽഡ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ആ ഷീൽഡ് വെച്ച് ഫോട്ടോ കൊടുക്കാം. ഒരുപാട് ചാൻസ് ഉണ്ട്. പിന്നെന്താ, PGക്കാർക്ക് ഷീൽഡും തരുമോ? PG ആണെങ്കിൽ ഡിപ്ലോമയ്ക്ക് വന്നാല് മിസ്സിനിട്ട് കുഴപ്പിക്കാം. ഞാൻ സത്യം പറയാം, കോൺവെക്കേഷൻ ഞാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. കോൺവെക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന പോയിരുന്നു. ബ്രില്യൻ സ്റ്റുഡൻസ് ഇങ്ങനത്തെ ഒരു മിസ് കണ്ടിട്ടുണ്ടാവില്ല. എന്തോ ഫീൽഡ് എല്ലാവർക്കും ഉണ്ടെന്നല്ല പറഞ്ഞത് മിസ്. നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തരും. തരും. അതപ്പോ അവര് ചോദിക്കില്ലേ നമ്മളോട്? ഈ ഫംഗ്ഷന്റെ ടൈം പറയുമ്പോ നമ്മളടുത്ത് ചോദിക്കില്ലേ? അതാണ് നിങ്ങൾ വിളിച്ചപ്പോ അവര് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആ ടൈമിൽ പറയാം എന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. മെഡൽ ഉണ്ടാകും, ഫോട്ടോ ഫ്രെയിം ഉണ്ട്, അതുപോലെ സർട്ടിഫിക്കറ്റ് ഫ്രെയിം ഉണ്ട്, ഷീൽഡ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എല്ലാ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് അവർക്കറിയില്ല. എനിക്കറിയില്ല. എക്സാം ടൈമിൽ അതൊക്കെ പറയാം. എക്സാം കഴിയുമ്പോ ആ ടൈമിലൊക്കെ പറയിരിക്കും. അറിയില്ലല്ലോ പാട്ടിട്ട് എപ്പോഴാ പറയാന്ന് അറിയില്ല. അബ്രോഡ് നമ്മൾ എക്സ്ട്രാ ഫീസ് എടുക്കണ്ടേ? പുറത്തുള്ള സർട്ടിഫിക്കറ്റ് ആണോ? മനസ്സിലായില്ല. പുറത്ത് പോകണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഫീസ് എടുക്കണ്ടേ സർട്ടിഫിക്കറ്റിന്? വേണം. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതിന് എക്സാമിന് മുമ്പ് നമ്മളോട് ചോദിക്കുക. മിസ്സേ അബ്രോഡ് പോണെന്നുണ്ട് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ പൈസ കൊടുക്കണമെന്നാണ് ചോദിക്കുന്നത്. അത് എക്സാമിന് മുന്നേ അവര് ചോദിക്കുമെന്ന് നമ്മുടെ അടുത്ത്. അതാണ് ആ കുട്ടി ചോദിക്കുന്നത്. എല്ലാം ചോദിക്കും. ഓൾറെഡി നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കല്ലോ. നിങ്ങളോട് ചോദിച്ചിട്ടല്ലേ ഇതെല്ലാം ചെയ്യാം. അതുകൊണ്ട് എല്ലാം ചോദിച്ചിട്ടായിരിക്കും. ചെയ്യും. അതെ, എല്ലാം നിങ്ങൾ ചോദിക്കും. എത്ര പേർക്ക് അത് വേണം എന്നതിന്റെ ഇതൊക്കെയോ അല്ലെ സർട്ടിഫിക്കറ്റ്. ഇപ്പോ അബ്രോഡ് പോകുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടല്ലോ. സോ നിങ്ങളെല്ലാം പറഞ്ഞിട്ടേ അവരിതൊക്കെ ചെയ്യും കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും പറയും. മെഡല് പെർഫോമൻസ് അനുസരിച്ച് ഒന്നും അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങുള്ളൂ. ഒറ്റവട്ടം പറഞ്ഞാൽ മതി, ഇനി പറയണ്ട. ആശയ്ക്ക് ഭയങ്കര ആഗ്രഹം കോട്ട് ഇടണം, തൊപ്പി ഇടണം, മെഡൽ മേടിക്കണം, ഷീൽഡ്. അയ്യോ, ആശയ്ക്ക് മാത്രമേ ആഗ്രഹമുള്ള. ആശ പറഞ്ഞ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആശയുടെ പേര് ഇട്ട് കൊടുക്കുന്നില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട് അങ്ങനെ എടുക്കണമെന്ന്. അതുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞത്. കാരണം എനിക്കറിയാം അവിടെ വരുന്ന ഓരോരുത്തരും ആ കോട്ട് ഇടുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം ഉണ്ടെന്ന്. ഇപ്പൊ മിസ്സിനെ വന്ന് ഡാൻസ് കളിച്ചിട്ട് പോവാൻ മാത്രം പോരാന്ന്. ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ വന്ന് ഡാൻസ് മാത്രം കളിച്ചിട്ട് പോയാ പോരാ, ഇത്രയും കാര്യങ്ങളൊക്കെ തിരക്കേണ്ടി ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത്. അവർക്ക് സംഭവങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വരുന്നു, കുറച്ച് കഴിയുമ്പോൾ ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. രജിസ്റ്റർ ചെയ്യും, നിങ്ങൾക്ക് കോട്ട് തരും, സ്നാക്ക് ബോക്സ് തരും. നിങ്ങൾ അതുകൊണ്ട് ഹാളിൽ കയറുന്നു, അവിടെ ഇരിക്കുന്നു. ഓക്കെ, അത് കഴിയുമ്പോൾ ഒരു റീൽ ഷൂട്ട് ഉണ്ട്. റീൽ ഷൂട്ട് ചെയ്യും. എല്ലാ ടീച്ചേഴ്സും എല്ലാവരും ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഫംഗ്ഷൻ കറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യുക. സ്പീച്ച്, വെൽക്കം സ്പീച്ച്, ഇനാഗുറൽ സ്പീച്ച്, ഇതെല്ലാം കഴിഞ്ഞ് ടീച്ചേഴ്സിന്റെ നൃത്തങ്ങൾ വരും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോ പിന്നെ ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാഫിന്റെ ഉണ്ടാവും കേട്ടോ. നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ ഡാൻസ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുക. സർട്ടിഫിക്കറ്റ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ പരിപാടിയിൽ പറയുന്നത് കേട്ടോ. പിന്നെ ഫോട്ടോസ് ഉണ്ട്. കാരണം നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ഫോട്ടോസ് എടുക്കുമല്ലോ. അപ്പൊ ഫോട്ടോസ് എടുക്കും. അതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരും. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അയച്ചു തരും. ഫോട്ടോസ് എല്ലാം അയച്ചു തരും. പിന്നെ എന്താ, നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകും. ഇനി അതും കൂടാതെ നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. ടീച്ചേഴ്സും കൂടെ ഇനിയും ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഇനിയും ഫോട്ടോസ് എടുക്കാം. സാവധാനം പോയാൽ മതി. ഒരു 3:30-4 മണിയിലേക്ക് ഇനിയും നിൽക്കാം. ഞാനൊക്കെ അവിടെ എന്തായാലും മിസ്സേ, അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കൊണ്ടുവരുന്നല്ലേ? ഫുഡാ, പിന്നെ എന്തിനാണ് നമ്മള് പൈസ കൊടുക്കുന്നത്? അതൊരു കാര്യം പറയട്ടെ. പൊതുവെ HA-ക്കാര്
കോൺവെക്കേഷൻ കഴിയുമ്പോഴും ഉച്ചയാകുമ്പോഴേക്കും പോകും. കഴിയും, വേഗം കഴിയും. ഒരു 1 മണിക്കാണ് വേറെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. ഞങ്ങള് പോകൂല. ചെയ്യുന്നത് കൊണ്ട് ഫുഡ് നമുക്ക് പുറത്ത് പോയി കഴിക്കാം. ഫുഡ് അവിടെ ആർക്കും പ്രൊവൈഡ് ചെയ്യില്ല. വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ പുറത്തുപോയി കഴിക്കാം. ഞങ്ങൾ പുറത്തുപോയാണ് കഴിക്കുന്നത് ടീച്ചേഴ്സ്. അന്നൊക്കെ ഞങ്ങൾ പുറത്തുപോയി കഴിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ പോകും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അന്നത്തെ പരിപാടിക്ക് നിങ്ങൾ പേയ്മെന്റ് വാങ്ങില്ലേ? പരിപാടിക്ക് പേയ്മെന്റോ? എന്താ പറയാ, ഏകദേശം ഒരു 1000 something ആവുമെന്ന് പറഞ്ഞായിരുന്നില്ലേ? 1200. കോൺവെക്കേഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീ. ഈ കോൺവെക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞ ഞങ്ങളെല്ലാരും ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനകത്ത് ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നെന്നാ. ഫുഡില്ല മോളെ, ഫുഡില്ല, അവര് തരില്ലാന്നോ. ആശ പൊതി കിട്ടിക്കോ, ആശ പൊതി കിട്ടിക്കോടി. അല്ല, സ്നാക്കിന് സ്നാക്ക് നമുക്ക് ഹെവി ഫുഡ് ഒന്നും വേണമെന്നില്ലല്ലോ. സ്നാക്ക് കഴിച്ച് കഷ്ടപ്പെടാൻ ഓക്കെ. ഇല്ല മിസ്സേ, ഓരോരുത്തരും ഓരോ ജില്ലയിൽ അവരുടെ സ്പെഷ്യൽ ഒക്കെ ഇപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കോ, വരുന്നവര് കൊണ്ടുവരണം എന്ന്. അതെ, നല്ല കാര്യം. വേണമെങ്കിൽ ഞാനും കൂടെ വന്നിരിക്കാം. ഞങ്ങള് കൈയിട്ട് കയറില്ല. മിസ്സിന്റേത് കൊണ്ടുവന്നാ ഞങ്ങൾ ഷെയർ ചെയ്യും. ഇല്ലേ തരില്ല. മിസ്സേ, ഒരു ദിവസം ഞങ്ങള് മിസ്സിന്റെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് പോവുള്ളൂ. ഞങ്ങളൊക്കെ സഹിക്കണം. അത്ര വേണ്ടല്ല പക്ഷേ ഷാനി അങ്ങനെ വേണ്ടട്ടാ. കണ്ടാ നമ്മളെ ആട്ടി വിടുന്ന കണ്ടാ, അത്രേ ഉള്ളൂ. നടക്കട്ടെ നടക്കട്ടെ. അത് പറയാം, വന്നിട്ട് പോകും. പക്ഷെ അവിടെ കുറച്ച് ദൂരമുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ ഞാൻ പറവൂർ അടുത്തല്ല. ഞങ്ങൾക്ക് ഞാൻ അവിടെ നിന്ന് ഇതൊരു 2-3 കിലോമീറ്റർ എന്റെ വീട്ടിലേക്ക് ഉണ്ട്. 3 ഉണ്ടോ? ഒക്കെയുണ്ട്. വെക്കേറ്റ് ചെയ്യും അവിടെ നിന്ന്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് കോൺവെക്കേഷൻ നടക്കുക. ഇപ്പൊ ഏകദേശം ഒരു ഡൗട്ട് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ സമാധാനമായോ? ഫാമിലിക്ക് വരാൻ പറ്റും. വരാമെന്ന് തെറ്റൊന്നുമില്ല. വരാം, എല്ലാരും വരുന്നുണ്ട്. കാരണം അവർക്ക് കാണണ്ടേ, നിങ്ങൾ ഫോട്ടോ കിട്ടാൻ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന അവർക്ക് കാണണ്ടേ. അതെ മിസ്സേ, ഫുഡില്ലേ പാടാ. കാരണം പിള്ളേരും കൊണ്ട് വരുമല്ലേ, രാവിലെ ഇറങ്ങുമല്ലോ ഇവിടുന്ന്. അപ്പൊ ഫുഡ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഒന്നെങ്കിൽ അവിടെ എവിടെയൊക്കെ ഒന്ന് പോകും. അടുത്ത് തന്നെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ഒരു സംവിധാനം? അടുത്തുണ്ട്, ഞാനൊക്കെ അവിടെയല്ലേ പോകുന്നത്. മിസ്സിന്റെ പേര് പറഞ്ഞാൽ മതിയായിരിക്കും അല്ലെ, ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുമായിരിക്കും. അതെ, ഞങ്ങളെല്ലാരും ചൂണ്ടറ മിസ്, ഞങ്ങൾ അശ്വതി മിസ്സിന്റെ സ്റ്റുഡൻസ്, ഞങ്ങൾക്ക് എന്തായാലും തരണം. നിങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇരിപ്പുണ്ടോ പറഞ്ഞു, ബില്ല് ഞാൻ തരുമെന്ന് പറഞ്ഞ് പോകരുത്. ദൈവത്തോട് തന്നെ ചെയ്യരുത്. നിങ്ങൾ ആയതുകൊണ്ട് ഞാൻ പറയാം. വേണമെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ ഇറങ്ങി പോകാം, അത് വേറെ കാര്യം. അവര് തരോട്ട് ഒന്നുകൂടി പറയാം. മിസ്സിന്റെ ബറ്റ് ഞാൻ ശനിയാഴ്ച മാത്രം കയറുന്നതാണ് അവിടേക്ക്. അപ്പോ സംശയം തീർന്നല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആയിപ്പോ മിസ്സേ, ഇനി ഞങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ മിസ്സിന് ക്ലാസ് എടുക്കാൻ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് നിർത്തി. ഇനി ഞങ്ങൾ സാധാരണ നമ്മള് ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുക. ഞാൻ സാറിനെ വിളിച്ചു, ഡയറക്ട്ലി വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു, പറഞ്ഞു. അപ്പൊ ഞാൻ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാലോ അല്ലെങ്കിൽ ക്ലാസ് എനിക്ക് പറയാലോ എന്ന് പെർമിഷൻ എടുത്തു. പറഞ്ഞോളൂ ടീച്ചറെ എന്ന് പറഞ്ഞു. ധൈര്യമാണ്, അങ്ങനെ കുഴപ്പമില്ല. അപ്പോ സോൾവ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫിക്സും എല്ലാം എടുക്കാം. ഇനി അടുത്ത ക്ലാസ് ഡൗട്ട് ഇനി ചോദിക്കൂ. ഇനി ഡൗട്ട് ഇല്ല, ക്യാൻസൽ കഴിഞ്ഞു, ഇനിയൊന്നുമില്ല. ഇതോടുകൂടി അവസാനിച്ചു. ഇതാണ് കോൺവെക്കേഷൻ. ഇത്രയേ ഉള്ളൂ. ഫ്രീ ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത്ര ഒന്നും ഇല്ലാന്നേ. കാണുന്ന എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും, സാറും മേഡവും ഒക്കെ ഉണ്ടാവും, കുറച്ച് സ്റ്റാഫ്സ് ഉണ്ടാവും. പിന്നെ നിങ്ങളായിരിക്കുള്ളൂ, ഫുള്ള് നിങ്ങളാണ് അവിടെ. നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം. ഓടി നടന്ന് ഫിക്സ് എടുക്കുക, ഇതൊക്കെ ചെയ്യാം, വിഷയമല്ലോ. വേണമെങ്കിൽ ഫീഡ്ബാക്ക് പറയണം. ഫീഡ്ബാക്ക് പറയാറുണ്ട് കേട്ടോ. പൊതുവെ ഫീഡ്ബാക്ക് പറയും. പിന്നെ സ്റ്റേജിൽ സംസാരിക്കണമെങ്കിൽ അതും നടക്കും. ഇതൊക്കെ പറയണം, നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതി. എന്നോടാണെങ്കിലും ഇൻഫോം ചെയ്യാം. നിങ്ങളുടെ പ്ലാൻ എന്താണ്, പ്രോഗ്രാംസ് എന്തൊക്കെയാണ്. ലാഗ് വരെയുണ്ട്. ഇവർക്ക് ടൈം വേസ്റ്റ് ചെയ്യരുത്. കറക്റ്റ്ലി എല്ലാം ആ ഒരു ഓർഡറിൽ തന്നെ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു കോർഡിനേഷൻ ഉണ്ടാകണം. ഇത്രയും വരും. മുന്നേ ഞങ്ങൾ ലിസ്റ്റ് തരണ്ടേ മിസ്സേ? എന്തോ ലിസ്റ്റ് തരണ്ടേന്ന്. ലിസ്റ്റോ? ആ, പ്രോഗ്രാമിന്റെ. ലിസ്റ്റ് തരണം. അപ്പൊ ബാക്കി എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യാം.
പ്രോഗ്രാംസ് സ്കെഡ്യൂൾ ചെയ്യുക, എന്താണെന്ന് ചെയ്യുക, നിങ്ങൾ പ്ലാൻ ചെയ്യുക. കോർഡിനേഷൻ ഒക്കെ പക്കയായിരിക്കണം. ലാഗ് വരും. അവിടെ ഏറ്റവും വലിയ പ്രശ്നം പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ലാഗ് വരും. ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകും എന്നൊക്കെ പറഞ്ഞാൽ ആ വഴി വിട്ടുകളി. ഒരുപാട് സമയം നമുക്ക് എല്ലാം മീറ്റ് ചെയ്യണം. കാരണം എല്ലാം സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പൊതുവെ ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. പിന്നെ പ്രോഗ്രാംസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ അത്ര മീറ്റ് ചെയ്യരുത്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്ന് പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പോവാം. അത്രയേ ഉള്ളൂ. അതെ, ഞാൻ ഡ്രസ് എടുക്കാന്നുണ്ട്. വെരി ഗുഡ്. ഞാൻ മോണ്ടിസോറി ആകുന്ന ഒരു സാരി അതുപോലെ കളർ കോഡ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഒന്നും പറയണോ, എന്നോട് ഇൻഫോം ചെയ്താൽ മതി. കളർ കോഡ് ഉണ്ടെങ്കിൽ ഓക്കെ. കാരണം ആ ഇടാതിരിക്കാനാണ്, അതൊന്നല്ല ഇടാൻ വേണ്ടിയിട്ടല്ല, ഇടാതിരിക്കാൻ വേണ്ടിയാണ്. ഇടാൻ വേണ്ടിട്ടാണ്. സത്യം ഇടാൻ വേണ്ടില്ല. കാരണം ഇങ്ങനെ അബദ്ധം പറ്റുന്നുണ്ട്. അപ്പൊ ഞാനും കുറച്ച് രണ്ട് മിസ്സുമാരെ ഒരേ കളർ സാരി കൊടുക്കാം, ഡാൻസ് കളിക്കാമല്ലോ, സാരി കൊടുക്കാം, സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരേ കളർ സാരി കൊടുത്തു. ഞങ്ങളുടെ ബാച്ച് തന്നെയായിരുന്നു കേട്ടോ, അത് എനിക്ക് ആയിരുന്നു. ഇവര് നോക്കുമ്പോ സെയിം കളർ സാരി എല്ലാം. അപ്പൊ ടീച്ചേഴ്സ് ചെയ്താൽ സ്റ്റുഡൻസ് ചെയ്താന്ന് അറിയാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് കാണിക്കും. ഓക്കെ, നമുക്ക് കളർക്കോണ്ടി നേരത്തെ ഇൻഫോം ചെയ്യാം. അപ്പോ ഒരു കാര്യം കൂടെ, ഫസ്റ്റ് HAയില് ഫസ്റ്റ് ബാച്ചാണ് നിങ്ങൾ പെർഫോം ചെയ്യാൻ കേട്ടോ. സൂപ്പർ ആയിരിക്കും. ഞാനതിൽ പ്രൗഡാണ്. എനിക്ക് ഭയങ്കര ക്രെഡിറ്റ് മിസ്സിനാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് മിസ്സിനാണ്. ക്രെഡിറ്റ് വേണ്ട, പക്ഷെ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യാനോ. എന്റെ ഫസ്റ്റ് ഞാൻ സബ്ജക്ട് എടുക്കുന്ന ഫസ്റ്റ് HA ബാച്ച് നിങ്ങളുടെയാണ്. സോ ഞാൻ ടീച്ചറാണ്. നിങ്ങൾ വിളിക്കും, എനിക്കറിയാം. നോക്കട്ടെ, HA ബാച്ച് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ത്രില്ഡാണ് കേട്ടോ. കാരണം മോണ്ടിസോറിൽ മാത്രമേ ഇത് സംഭവിക്കൂ, മോണ്ടിസോറിൽ മാത്രമാണ് ഈ പറയുന്ന പ്രോഗ്രാംസ് എല്ലാം ഉണ്ടാകൂ എന്നൊരു ടാഗ് ലൈൻ ഓൾറെഡി വീണ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് തിരുത്തി കുറിക്കണ്ടേ, അതൊരു വാശി. തിരുത്തണം. HAക്കാർക്കും പറ്റും, അങ്ങനത്തെ സ്റ്റുഡൻസ് ആണ് എന്ന് നമ്മൾ അന്ന് അറിയിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. MT മാത്രമല്ല ഒരു കോർഡിനേഷൻ ഉള്ളത്, നമ്മളൊന്ന് അറിയിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതൊന്ന് അറിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു ഒരു വാശിയുണ്ട്. കാരണം മോണ്ടിസോറി എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റാച്ചഡ് ആണ്, കുറച്ച് അറ്റാച്ചഡ് ആണ്. അതുപോലെ എല്ലാവർക്കും പറ്റും എന്ന് നമുക്ക് പിന്നെ പ്രൂവ് ചെയ്യണ്ടേ, അല്ലേ? HA23 ബാച്ച് അങ്ങനെ പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ആണ് കിടത്തിയതൊക്കെ എന്റെ പ്രതീക്ഷ നശിപ്പിക്കരുത്. ആരോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. പറഞ്ഞിട്ടില്ല, കാരണം വെറുതെ പറയണ്ടല്ലോ. കൺവെക്കേഷൻ നിങ്ങളുടെ ബാച്ച് എന്നാ കംപ്ലീറ്റ് ആവാം? ഒക്ടോബർ ബാച്ച് അല്ലേ? ഏപ്രിലാണ് ശരിക്കും കഴിയാം അല്ലേ? മെയിലൊക്കെ ഉണ്ടാവാം. മെയ് ജൂണിലൊക്കെ പോയിരിക്കും മിക്കവാറും. എക്സാം ഉണ്ടല്ലോ, എക്സാം അയച്ചിട്ട് ജൂണിലോ മെയിലോ ജൂൺ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആരോട് പറഞ്ഞിട്ടില്ല, സീരിയസ് ആണ്. ഡിപ്ലോമയുടെ ഹലോ മാം, ഡിപ്ലോമയുടെ ഏപ്രിൽ അല്ലേ തരുന്നത്? അപ്പൊ മെയ് ഒക്കെ ആവുമോ എന്റെ തരാൻ ഫംഗ്ഷൻ വരാൻ? മെയ് ഒക്കെ ആവുമോ? ജൂൺ ആയിരിക്കും. അത് വിട്ടു പോകാൻ ചാൻസ് ഇല്ല. അപ്പോ പറഞ്ഞു വന്നത്, ഇപ്പോ നമ്മുടെ പ്രോഗ്രാംസിന്റെ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, സീക്രട്ട് ആണ്. സാറിനോട് മാത്രം ചെറിയൊരു സൂചന അത് കൊടുത്തോണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം എന്നൊരു ഇത് വന്നത്. കാരണം ഫസ്റ്റ് ടൈം ആണ് പ്രോഗ്രാം ഉള്ളത്. അപ്പൊ അവരോട് സാറോട് പറഞ്ഞു ഇങ്ങനെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോഴാണ് സാറേ സൊല്യൂഷൻ പറഞ്ഞത്. ഫിക്സ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഈ പറയുന്ന മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഫിക്സ് എടുക്കാം എന്നൊരു ഓക്കെ. എല്ലാവരും അവർ വിളിക്കുമ്പോൾ പറയും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഷീൽഡ് വേണോ, ഫോട്ടോ ഫ്രെയിം എന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോ, അതില് ആരുടെ അപ്പോ നന്ദിനിയാണ് ഫോട്ടോ ഫ്രെയിം വേണമെന്ന് പറയുന്നെങ്കിൽ നന്ദിനിയുടെ ഫോട്ടോ ഉണ്ടാക്കും. കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നന്ദിയുടെ പിക്ക് ഉണ്ടാകും. പിന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, അവിടുത്തെ സാറ്, അങ്ങനെ നിങ്ങൾ കുറച്ച് ആ ഫോട്ടോസ്, അങ്ങനെയാണ്. അതാണ് ഫോട്ടോ ഫ്രെയിം. മെമ്മറി ചോദിച്ചോട്ടെ, ഇപ്പൊ ഷീൽഡിനോ അല്ല ഫോട്ടോ ഫ്രെയിമിനോ സെപ്പറേറ്റ് പൈസ കൊടുക്കണോ? അയ്യോ, അത് കറക്റ്റ് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയാം. അതൊക്കെ അല്ലെങ്കിൽ തന്നെ ഷീൽഡിന് നമ്മൾ പൈസ കൊടുക്കണം. അങ്ങനെ ആയിരിക്കാം. എനിക്ക് ഒന്നും ഷുവർ അല്ല കേട്ടോ. എല്ലാത്തിനും പൈസ കൊടുക്കണം. എല്ലാത്തിനും പൈസ കൊടുക്കണോ? എല്ലാത്തിനും സെപ്പറേറ്റ് പൈസ ആയിരിക്കും. വേണ്ടവര് അതിനനുസരിച്ച് വാങ്ങിക്കുക. നിർബന്ധമില്ല. മിസ്സേ, ഞങ്ങളുടെ ബാച്ചിലുള്ളവരൊക്കെ കുഞ്ഞു പിള്ളേരാണ് മിസ്സേ. ആള് വയസ്സുണ്ടെന്ന് തന്നെ ഉള്ളു. ഞങ്ങൾ എല്ലാവരും കുഞ്ഞു പിള്ളേരാണ് മൈൻഡ് കൊണ്ട്.
അപ്പൊ ഒരു തവണ അതുകൊണ്ട് പറയാലൊന്നും ഞങ്ങക്ക് മനസ്സിലാവൂല. അതെ. പിന്നെ ഈ പറയുന്ന റേറ്റ് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ ടീച്ചേഴ്സ് വേറെ ഓഫീസിലാണ്, പറവൂര് ഹെഡ് ഓഫീസാണ്, അവിടെയാണ് ഈ പറയുന്ന കോൺവെക്കേഷൻ ഫംഗ്ഷൻ നടക്കുന്നത്. ടീച്ചേഴ്സിന്റെ ഓഫീസ് വേറെ സ്ഥലത്താണ്. മിസ് ക്ഷണിച്ചാൽ മാത്രം പങ്കെടുക്കും, അതല്ലെങ്കിൽ അതിനെപ്പറ്റൊന്നും ഇല്ലല്ലോ. എന്തോ മിസ് പരിപാടിക്ക് പങ്കെടുക്കും, തിരിച്ചിക്ക് പോരും, അത്രേ ഉള്ളൂ അല്ലേ? ഞങ്ങൾക്ക് ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല, കോൺവെക്കേഷൻ വരെ മാത്രം അവിടെ പോകുന്നു പോരുന്നു, അത്രേ ഉള്ളൂ. അവിടെ സാറ് അവരൊക്കെ ഇരിക്കുന്ന അവിടെ ഹെഡ് ഓഫീസാണ്. ഞങ്ങൾ ഇപ്പോൾ ടീച്ചേഴ്സും ടെക്നിക്കൽ ടീമുമാണ് ഇവിടെ ഉള്ളത് ഈ ഓഫീസിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാലിയം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? പാലിയം കൊട്ടാരം എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെയാണ് ഞങ്ങളുടെ ഓഫീസ്, അവിടെയാണ്. കേട്ടിട്ടില്ല, കറക്റ്റ് അവിടെയാണ് ഓഫീസ് വരുന്നത്, അവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇവിടെ അറിയില്ല. പറയുന്ന കാര്യങ്ങൾ ഇന്നലെ ഞാൻ ചോദിച്ചൊരു സാറാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കാരണം അതൊന്നും അറിയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലല്ലോ, അല്ലാതെ ഒരുപാട് പണികളുണ്ട്, അത് തന്നെ ധാരാളം. അപ്പൊ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, സെറ്റ്, ഓൾ സെറ്റ്. ഇനി നമ്മൾ പ്ലാൻ ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെയെങ്കിലും കുറച്ചെങ്കിലും ക്ലാസ് എടുക്കട്ടെ, കാര്യം മോശമാണ്. കഴിഞ്ഞു ക്ലാസ് എടുക്കട്ടെ. തുടങ്ങിക്കോ മിസ്. അപ്പോ മൊഡ്യൂൾ 4ലേക്ക് പോയിട്ടോ. മൊഡ്യൂൾ 4 ചാപ്റ്റർ 2 ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഓക്കെ, ഇതാണ് ചാപ്റ്റർ. ശ്രദ്ധിച്ചിരിക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ചാപ്റ്റർ പേരെ കൊണ്ടെന്ന് അറിയാലോ. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാ അവിടെ ക്ലോത്ത്സ് അല്ലെ, ഹോസ്പിറ്റൽ അല്ലെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പറയുന്ന ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം ക്ലോത്ത്സ് ഉണ്ടാവും, ലിനൻ ഉണ്ടാക്കും അല്ലെ. ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം. അങ്ങനെ ക്ലീനിങ് സർവീസ് അവിടെ ആവശ്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ്, സർവീസ് ഉണ്ട് അല്ലെ, ഇമ്പോർട്ടന്റ് ആണ്. സോ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം. In the present day hospitals, the laundry and linen services are one of the most important support services. ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽസിൽ ലോണ്ടറി സർവീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്തൊന്നും ഇല്ലല്ലോ അല്ലെ. അപ്പൊ ലോണ്ടറി സർവീസ് നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. Laundry department at hospitals are responsible for maintaining neatness of linens, staff uniforms, lab coats, and tailoring services to meet the needs of patients and staff. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ പറയുന്ന ലിനൻസ് മീൻസ് ഈ പറയുന്ന ക്ലോത്ത്സ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് മീനിങ് ഒന്നുമില്ല. സ്റ്റാഫിന്റെ യൂണിഫോം ആയിക്കോട്ടെ, ഈ പറയുന്ന ലാബിലെ കോട്ട്സ് ആയിക്കോട്ടെ, ഇനി അല്ലാത്ത കൈൻഡ് ഓഫ് പേഷ്യൻസിന്റെ സ്റ്റാഫിന്റെ ആകും എല്ലാ ക്ലോത്ത്സും ക്ലീൻ ആയിട്ടും നീറ്റ് ആയിട്ടും കീപ്പ് ചെയ്യേണ്ടത് ഈ പറയുന്ന ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അത് സ്റ്റാഫ് ആയിക്കോട്ടെ, പേഷ്യൻസ് ആയിക്കോട്ടെ, അവർ യൂസ് ചെയ്യുന്ന എല്ലാത്തരം ക്ലോത്ത്സും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഈ പറയുന്ന മോഡുല 4 ആണോ? മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ചാപ്റ്റർ 2. ഓക്കെ ഓക്കെ. Then the hospital laundry with linen which got stained from various body fluid. Example, blood, urine, feces, etc. This type of linen needs to be cleansed and serviced before they are being put into the washing machine, as they are carefully and delicately handled. അതായത് ഹോസ്പിറ്റലിൽ അല്ലെ, ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എല്ലാത്തരമല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ പേഷ്യൻസ് യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് ഉണ്ടല്ലോ അല്ലെ, അതില് എന്തൊക്കെ ഉണ്ടാകും? കറകൾ, സ്റ്റെയിൻ അല്ലെ, സ്റ്റെയിൻ ഇങ്ങനെയൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. ഈ പറയുന്ന ബ്ലഡ് ആകാം, യൂറിൻ ആകാം അല്ലെ.
ഓക്കെ. അപ്പോ നമ്മുടെ പേഷ്യന്റ് യൂസ് ചെയ്യുന്ന അല്ലെ, പേഷ്യന്റ് യൂസ് ചെയ്യുന്ന ക്ലോത്ത്സിൽ ഉണ്ടാകുന്ന സ്റ്റെയിൻ, ബ്ലഡ് ആകാം, യൂറിൻ ആകാം, ഫിസസ് ആകാം. ഈ പറയുന്ന എല്ലാ സ്റ്റെയിനും ആ ഡ്രസ്സിൽ അല്ലെങ്കിൽ ആ ക്ലോത്ത്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും? ഒരിക്കലും ഇല്ല അല്ലെ. ആ സ്റ്റെയിൻ അത് റിമൂവ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം അത് ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ ക്ലീൻ ചെയ്യാൻ put into the washing machine as you are carefully. അതായത് വാഷിംഗ് മെഷീനിൽ ഇടുന്നതിന് മുൻപ് തന്നെ ഈ ഡ്രസ്സിലുള്ള ഈ ക്ലോത്ത്സിലുള്ള സ്റ്റെയിൻ, അത് ബ്ലഡ് ഓർ യൂറിൻ ഓർ എനിത്തിങ്, ഓക്കെ, ഈ സ്റ്റെയിൻ നമ്മൾ റിമൂവ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം വാഷിംഗ് മെഷീനിൽ നമ്മൾ ഇടാൻ. ഓക്കെ, a reliable laundry service is of the greatest importance to the hospital. അതായത് ഈ പറയുന്ന ലൗണ്ട്രി സർവീസ് ഹോസ്പിറ്റൽസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും വളരെയധികം ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും കൂടിയാണ് ലൗണ്ട്രി എന്ന് പറയുന്നത്. കാരണം ഇതേ ഉള്ളൂ, ഈ ഡ്രസ്സ് വളരെ വൃത്തിയായിട്ട് തന്നെ അത് ക്ലീൻ ചെയ്യണം. അതായത് സ്റ്റെയിൻ ഉള്ള ഡ്രസ്സ് അങ്ങനെ തന്നെ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഇടാന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല അത്. കാരണം എല്ലാം ഇൻഫെക്റ്റഡ് ആയിരിക്കും അല്ലെ. ഈ സ്റ്റെയിൻ റിമൂവ് ചെയ്യാതെ നമ്മുടെ ക്ലോത്ത് ഒരുമിച്ച് എല്ലാം കൂടി നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ അത് അത്ര നല്ലൊരു പ്രവൃത്തിയല്ല അല്ലെ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കണം. അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിൽ ജെന്യുവൻ ആയിരിക്കണം. സോ റിലയബിൾ ലൗണ്ടറി സർവീസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദ ഹോസ്പിറ്റൽ. അത്രയേ ഉള്ളൂ. ആ പാരഗ്രാഫ് ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ? Then the linen and laundry services should provide safe, clean, ample, and timely supply of linen to user units of a hospital at right time, right place, right quantity, and right price. അതായത് നമ്മള് ഈ പറയുന്ന പോലെ ലോണ്ടറി സർവീസ് നമ്മുടെ ക്ലോത്ത്സ് വാഷ് ചെയ്യാവുന്ന മാത്രമല്ല അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വളരെ സേഫ് ആയിട്ടും ക്ലീൻ ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് അല്ലെ. സേഫ് ആയിട്ടും ക്ലീൻ ആയിട്ടും ചെയ്യുക. അതുപോലെ ഈ ആംബിൾ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? ആംബിൾ ഡീസെന്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ഡീസെന്റ് ആയിട്ട് എന്ന് പറയും. ഡീസെന്റ്, ക്ലീൻ, സേഫ് ഒക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഓക്കെ, ദെൻ ടൈംലി സപ്ലൈ, കറക്റ്റ് ടൈമിൽ നമ്മൾ സപ്ലൈ ചെയ്യണം. അതായത് ഹോസ്പിറ്റലില് പേഷ്യൻസ് വരാണെങ്കിൽ ആ പേഷ്യൻസിനുള്ള എല്ലാ ഫിറ്റിക്സും അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? കാരണം എല്ലാ കാര്യങ്ങളും അതിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റും ഏത് സ്റ്റാഫ് എന്ത് ജോലിയാണെങ്കിലും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടും ക്ലീൻ ആയിട്ടും നീറ്റ് ആയിട്ടും ഏതൊരു ജോലി നമ്മളെ ഹാൻഡിൽ ചെയ്യണം അല്ലെ. അത്രയേ ഉള്ളൂ. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി ആണെന്ന് പറയും. അതുപോലെ തന്നെ ലോണ്ടറി സർവീസിലും പറയുകയാണെങ്കിൽ എന്തൊരു കാര്യം ക്ലോത്ത്സിന്റെ ആണെങ്കിൽ അത് ക്ലോത്ത്സിന്റെ ആണ്, ചുമ്മാ നമുക്ക് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല അല്ലെ. അത് നമ്മുടെ പേഷ്യൻസ് ആയിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ ധരിക്കേണ്ട ഡ്രസ് ആയിരിക്കും അവർ വാഷ് ചെയ്യുന്നത്. സോ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. സപ്പോസ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിലൂടെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് വളരെയധികമാണ്. അപ്പൊ കുറച്ച് ബോധവും വിവരമുള്ളവരായിരിക്കണം അതിൽ പ്രവർത്തിക്കേണ്ടത്. അതുപോലെ തന്നെ സേഫ് ആൻഡ് ക്ലീൻ ആംബിൾ ഡീസെന്റ് ആയിട്ട് ടൈമിൽ ചെയ്യണം. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിന് നമ്മളത് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. കറക്റ്റ് ടൈമിൽ കൊടുക്കുകയും വേണം. കറക്റ്റ് ടൈമിന് കറക്റ്റ് സ്ഥലത്തും കറക്റ്റ് ക്വാണ്ടിറ്റിയിലും ഇതെല്ലാം കൊടുക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ക്ലിയർ? Then the item is used to denote clothing items. It consists of all the textile used in hospitals, which include mattress, bed cover, bed sheet, towel, blanket, screen, curtain, doctor coat, table cover, etc. The most preferred and just read question.
Okay, go started. The third point, this term is used to denote clothing items. ഇങ്ങനെയാണ് ക്ലോത്തിങ് ഐറ്റംസിന് പറയുന്ന ടേം എന്തൊക്കെയാണെന്ന് പറയാം. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ടെക്സ്റ്റൈൽ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് which include mattress, bed cover, bed sheet, towel, blanket, screen curtain, doctor coat, table cover, etc. ഇതൊക്കെയാണ് എന്ത് ഹോസ്പിറ്റൽസ് യൂസ് ചെയ്യുന്ന ക്ലോത്തിങ് ഐറ്റംസ് എന്ന് പറയുന്നത്. Okay. The most preferred and frequently used material is cotton as it is lower priced and more comfortable. Mostly നമ്മുടെ ഹോസ്പിറ്റൽസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫ്രീക്വന്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ്. അത് കുറച്ചൊരു ലോവർ പ്രൈസ് ആണ്, അതുപോലെ തന്നെ കംഫർട്ടബിൾ ആണ്. ഇതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. അതായത് അവിടെ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് എന്തൊക്കെയാണെന്നും അത് ക്ലോത്ത്സിനകത്ത് മീൻസ് ഉദ്ദേശിക്കുന്നത് പറയുന്നത് മാട്രസ്, ബെഡ് കവർ, ബെഡ്ഷീറ്റ് നോർമലി നമ്മൾ പറയുന്നത് തന്നെയാണ്. സോ അങ്ങനെയാണെന്നും അവിടെ കൂടുതലും യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. അത് കുറച്ച് ലോവർ പ്രൈസ് ആണ്, അതുപോലെ തന്നെ മോർ കംഫർട്ടബിൾ. ഓക്കെ, സോ ദിസ് ഇസ് ദ തേർഡ് പോയിന്റ്. ക്ലിയർ ആണല്ലോ? Then next one, hospital laundry receives all the linen materials from different areas such as ward, OPD, OT, and office area where they undergo the process of sorting, washing, extracting, drying, ironing, folding, mending, and delivery. In the case of linen, special care should be taken. അതായത് ലോണ്ടറി സൗകര്യത്തിലേക്ക് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ക്ലോത്ത്സ് വരുന്നുണ്ട്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്? വാർഡ്, OT, OPD. ഓക്കെ, അപ്പൊ എവിടെ നിന്നൊക്കെയാണ് വരുന്നത് നമ്മൾ സോർട്ട് ചെയ്ത് വെക്കുന്നു. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് വരിക ക്ലോത്ത്സ് വരുന്നത്. സോ അതിൽ സ്റ്റെയിൻഡ് ആയ ക്ലോത്ത്സ് അല്ലെങ്കിൽ നമ്മൾ വേറെ ഇതിൽ കഴുകേണ്ട കുറച്ച് ക്ലോത്ത്സ് അതിനൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് വെക്കും, മീൻസ് തരംതിരിച്ച് വെക്കുന്നു. അതുപോലെ ഇതിന്റെ പ്രോസസ് ഒക്കെയാണ് നടക്കുന്നത്. അതായത് പറയുന്ന ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ലോണ്ടറി സർവീസ് നടക്കുന്ന പ്രോസസ് എന്തൊക്കെയാണ്? സോർട്ടിങ്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, ഡ്രൈയിങ്, അയണിങ്, ഫോൾഡിങ്, മെൻഡിങ് ആൻഡ് ഡെലിവറി. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്. മലയാളം പറയേണ്ട ഒരു ആവശ്യമില്ല, മനസ്സിലായാലോ സംഭവം അല്ലെ? ഇൻ ദ കേസ് ഓഫ് ലിനൻ സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കൺ. ഈ പറയുന്ന എല്ലാ ക്ലോത്ത്സിനും അല്ലെങ്കിൽ വരുന്ന ക്ലോത്ത്സിനും നല്ല രീതിയിൽ നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട ആവശ്യം, കുറച്ചൊരു കെയറിങ് ആയിരിക്കണം. മീൻസ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് അല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി കെയർ ചെയ്യണം. ഇതാണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. മനസ്സിലായോ? എന്താണ് ലോണ്ടറി സർവീസ്? ഓക്കെ, ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് ഇമ്പോർട്ടന്റ് ആണെന്നും അവരുടെ റെസ്പോൺസിബിൾ എന്തൊക്കെയാണ്? നമ്മള് ഡ്രസ് അല്ലെങ്കിൽ ക്ലോത്ത്സ് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടിരിക്കുക, സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തതിനു ശേഷം മാത്രം വാഷ് ചെയ്യാൻ ഉപയോഗിക്കുക. ഓക്കെ, സെക്യൂർ സേഫ് ആൻഡ് സെക്യൂർഡ് ഹാൻഡിൽ ചെയ്യുക. ദെൻ അതൊക്കെ തന്നെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം, ഡീസന്റ് ആയിട്ട് സപ്ലൈ ചെയ്യണം, കാര്യങ്ങളെല്ലാം വാഷ് ചെയ്യുക, അത് കറക്റ്റ് ടൈമിൽ വാഷ് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് പ്ലേസിലേക്ക് എത്തിക്കുക, കറക്റ്റ് ക്വാണ്ടിറ്റിക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് അവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ പിന്നെ പറയുന്നത് ഒരുപാട് ക്ലോത്ത്സ് ടേംസ് ഉണ്ടല്ലോ, പറയുന്നത് കവർ, മാട്രസ്, ഇതാണ് കറക്റ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്യും. ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. ദെൻ പല ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും അവിടെ ലോണ്ടറി സർവീസിലേക്ക് ക്ലോത്ത്സ് വരുന്നുണ്ട്. സോ അതൊക്കെ ഇങ്ങനെയൊക്കെയാണ്, അതൊക്കെ എവിടെ നിന്നാണ്, അതൊക്കെ നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. സോ അവർ ചെയ്യേണ്ടത് സോർട്ട് ചെയ്യുക, വാഷ് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യുക, അതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. സോ ഇതാണ് എന്താ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ലോണ്ടറി സർവീസ് ആൻഡ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ആണത്. ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. കുറച്ച് റെസ്റ്റ് കാലം വായിച്ചു കേട്ടോ. ഐറ്റം ലൈൻ സർവീസസ്
ഓക്കെ, കഴിച്ചോ? കഴിഞ്ഞോ? Okay, so next point, objectives of laundry and linen service. എന്തൊക്കെയാണ് objectives എന്ന് പറയുന്നത്, ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. The purpose of this department is to provide adequate clean material to the patients and the personnel while ensuring that hygienic conditions are maintained in the process. ഇത് കേട്ടപ്പോൾ ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? വായിച്ചോ മനസ്സിലായോ? The process ഞാൻ വായിക്കുന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് നോക്കി, ഞാൻ മലയാളം പറയാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ വായിക്കുമ്പോൾ അതിന് മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, the purpose of this department is to provide adequate clean material to the patients and personnel while ensuring that hygienic conditions are maintained in the process. മനസ്സിലായോ? പറയൂ എന്താണ് ചേച്ചിയാണല്ലേ പറഞ്ഞോ? എന്താ പറയണ്ടേ? Objective of laundry and linen service. The purpose of this department is to provide adequate clean material to the patients and personnel while ensuring that hygienic conditions are maintained in the process. അതായത് ഈ ഒരു ലോണ്ടറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, ഉദ്ദേശം എന്ന് പറയുന്നത്, അവിടുത്തെ പേഷ്യന്റിനും അവിടുത്തെ ജീവനക്കാർക്കും നെസസറി ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ലിനൻസ് കൊടുക്കുക, അതോടൊപ്പം ഹൈജീന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് ടു റിറ്റൈൻ a comfortable and safe environment for the patients, staff and visitors. രോഗികൾക്കും അവിടുത്തെ ജീവനക്കാർക്കും അവിടെ വരുന്ന ബൈസ്റ്റാൻഡർ ഓർ സന്ദർശകർക്കും സുഖകരമായിട്ടുള്ളതും സേഫ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നത്. പിന്നെ ടു പ്രൊവൈഡ് കൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റേറ്റീവ് ലിനൻ ടു വേരിയസ് റിക്വയർഡ് ഏരിയ ലൈക്ക് IP ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, OPD and other areas. അതായത് IP, ഓപ്പറേഷൻ തിയേറ്റർ, OPD തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾക്ക് ഗുണനിലവാരമുള്ള തുണിത്തരങ്ങൾ തടസ്സമില്ലാതെ, അതായത് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ അവിടെ എത്തിക്കുക എന്നതാണ് പറയുന്നത്. The last point, to control hospital infections and retain the quality of care. ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻസ്, അണുബാധകള് അത് നിയന്ത്രിക്കുകയും പിന്നെ അതിന്റെ സർവീസിന്റെ ഗുണനിലവാരം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുകയും ചെയ്യുക എന്നതാണ് ഈ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്റെ പണി കുറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ ഇടണോ? നിനക്ക് നന്നാക്കിയല്ലോ. ഞാൻ വെറുതെ സ്ട്രെങ്ത് കളയണ്ട. ഓക്കെ, സത്യം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്നിട്ടാണ് എനിക്കറിയില്ല മിസ് ചെയ്യാൻ ടഫാണ്, മിസ് ചെയ്യാന്നൊക്കെ പറയുന്നത്. എല്ലാ ചാപ്റ്ററും ഇങ്ങനെയൊക്കെ തന്നെ ആക്കാം. നമുക്ക് വിചാരിച്ചാൽ നമുക്ക് പറ്റും. ഓക്കെ, മിസ്സേ ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങള് ശുചിയായിട്ടും പിന്നെ മതിയായ തോതിൽ ശരിയായ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതല്ലേ ലോണ്ടറി സർവീസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞല്ലേ, അതായത് ഇപ്പോ പേഷ്യൻസിനും അവിടുത്തെ സ്റ്റാഫ്സിനും നിങ്ങൾ വിചാരിക്കില്ല, അതാണ് പ്രശ്നം. നിങ്ങൾ വിചാരിക്കണം, എന്നൊക്കെ വിചാരിപ്പിക്കും. കുറച്ച് സമയം കഴിയട്ടെ, എന്റെ പോഷനൊക്കെ തീരട്ടെ. പോഷൻ തീരണ്ട, അതൊക്കെ വേണ്ടി സംസാരിക്കാൻ കുറച്ച് അവസരങ്ങൾ കിട്ടുമല്ലോ. അപ്പൊ പറയാം. അപ്പൊ നിങ്ങൾ പോട്ടെ. അപ്പൊ ഇതിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്, ഈ ഡിപ്പാർട്ട്മെന്റ് മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഈ പേഷ്യൻസിനും അതുപോലെ സ്റ്റാഫ്സിനും ക്ലീൻ ആൻഡ് നീറ്റ് ആയ പറയുന്ന ഈ ക്ലോത്ത്സ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ആ കൊടുക്കുന്ന ക്ലോത്ത്സ്, ഈ പ്രൊവൈഡ് ചെയ്ത ക്ലോത്ത്സ് ഹൈജീനിക് ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഹൈജീനിക് ആ ഒരു കണ്ടീഷൻ മീൻസ് നീറ്റ് ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയ ഒരു ഹൈജീനിക് കണ്ടീഷൻ ആയിരിക്കണം എന്ന് മേക്ക് ഷുവർ ചെയ്യും. ഇതാണ് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സിലൊക്കെ വരുന്ന പോയിന്റ്സിലൊക്കെ വരാണെങ്കിൽ അത്രയ്ക്ക് ഉള്ളൂ. ഇപ്പോൾ MC പറഞ്ഞ പോലെ തന്നെ ഒരു കംഫർട്ടബിൾ ആൻഡ് സേഫ് എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം സ്റ്റാഫിനും പേഷ്യൻസിനും വിസിറ്റേഴ്സിനും. അതായത് ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. എന്തെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ക്ലീൻ അല്ലാതെ അല്ലെങ്കിൽ കുറച്ചൊരു ഡേർട്ടി ആയ ക്ലോത്ത്സ് എവിടെയെങ്കിലും കിടന്നാലോ എന്ത് തോന്നും നമുക്ക്? നല്ലൊരു എൻവയോൺമെന്റ് ആയിട്ട് തോന്നുമോ?
തോന്നോ? അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം നല്ലതായിട്ട് തോന്നോ? ഇല്ല. എന്തുകൊണ്ട്? അറിയാലോ, റീസൺ അറിയാലോ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ക്ലീൻ ആൻഡ് നീറ്റ് ആണ് എൻവിറോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം ടു പേഷ്യന്റ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? പിന്നെ നമ്മുടെ IB അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ, OPD ഇവിടെയൊക്കെ എന്താണ് പാർട്സിനായിട്ട് സപ്ലൈ ചെയ്യുക. അതും ക്വാളിറ്റി ഉള്ള സപ്ലൈ ചെയ്യാം. പിന്നെ ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനും അതുപോലെ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യുക, അവരുടെ ക്വാളിറ്റി കെയർ ഉറപ്പുവരുത്തുക. അത്രയേ ഉള്ളൂ. അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങളെ കൊണ്ട് വായിക്കാൻ പറ്റും. ഇത്ര മതിയോ? എടുക്കണോ? എടുക്കാം. മതിയോ? കുറച്ചേ എടുത്തോളൂ. ഒന്ന് ഒരു പേജ് പോലും തീർന്നില്ല. ക്ലാസ്സിൽ തന്നെ മാറ്റി പിടിക്കാൻ നോക്കും. കുറച്ച് കൂടുതൽ എടുക്കാം. ഓക്കെ, മിസ് വേണമെങ്കിൽ ആ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്തോളൂ. ക്ലിയർ ആയില്ല? വോയിസ് ബ്രേക്ക് ആയി. 6 പോയിന്റും കൂടെ ഉള്ള അതും കൂടെ കംപ്ലീറ്റ് ചെയ്തോളാം. കംപ്ലീറ്റ് ചെയ്യാന്. കംപ്ലീറ്റ് ചെയ്യണോ? ഓക്കെ. ഇത് എളുപ്പമുള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. Okay. About any main function, some of main function of the laundry service are the following functions in the game: to collect, receive, soiled and infected linen from different places. പല സ്ഥലങ്ങളിൽ നിന്ന് infected ആയ, dirty ആയ, soiled means dirty. Okay, dirty ആയ clothes collect ചെയ്യുക, linens collect ചെയ്യുക. Next one, to process the soiled linen, which includes sorting, sluicing, disinfecting, washing, extracting, conditioning, ironing, pressing and folding. Process ആണ് കേട്ടോ പറയുന്നത്. അതായത് ഡേർട്ടി ലിനൻ വരുമ്പോ അത് കടന്നു പോകുന്ന പ്രോസസ്സുകളാണ്. സോർട്ട് ചെയ്യുക, തരംതിരിക്കുക. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് സ്ലൂസിങ്? സ്ലൂസിങ് ഒന്നുമില്ല, വാഷിംഗ് ആണ് കേട്ടോ. വാഷിംഗ് കൂടി 2 പ്രാവശ്യം യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. വാഷിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് സോർട്ട് ചെയ്തിട്ട് ആ പറയുന്ന ഒരു സ്റ്റെയിൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. അതുപോലെ അതുകൊണ്ട് ഡിസിൻഫെക്ട് ചെയ്യുക. ദെൻ അഗെയിൻ വാഷ് ചെയ്യുക, extract ചെയ്യുക, condition ചെയ്യുക, ironing ചെയ്യുക, pressing ചെയ്യുക and folding ചെയ്യുക. ഇതാണ് പ്രോസസ് എന്ന് പറയുന്നത്. Okay, then next one, to inspect and repair damaged materials and replace them. നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണമല്ലോ, അല്ലെ? പരിശോധിക്കണ്ടേ? നിങ്ങൾ ഡാമേജ്ഡ് ആയ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതുണ്ടെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. Then to distribute the clean linen to the respective user department as needed. Distribute ചെയ്യുക. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആവശ്യമായിട്ട് വരുന്നത്, ആവശ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, ആ യൂസർ ഏതാണെന്ന് വെച്ചാൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ക്ലീൻ ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. Then to maintain and control the inventories and processed linen. അതായത് നമ്മൾ ക്ലീൻ ചെയ്ത അല്ലെങ്കിൽ പ്രോസസ് ചെയ്ത ഈ ലിനൻ മെയിൻറ്റെയിൻ ചെയ്യുക, then കൺട്രോൾ ചെയ്യുക. Next one, retaining different types of register in the department. അതായത് ഈ പറയുന്ന നമുക്ക് ക്ലോത്ത്സ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് റെക്കോർഡ്സ് ആവശ്യമാണല്ലോ, അല്ലെ? ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയണം, അല്ലെ? സോ അതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റർ ആ ഡിപ്പാർട്ട്മെന്റിൽ കീപ്പ് ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക, നിലനിർത്തുക എന്നാണ്. റീറ്റെയിൻ പക്കാ മലയാളം നിലനിർത്തുക എന്നാണ്. സോ കീപ്പ് ചെയ്യുക. അപ്പൊ ഇതാണ് these are the 6 functions of laundry service. Okay, then the responsibility of the department is to manage technical functions, determine of the type of linen to be purchased. നിങ്ങൾ ടെക്സ്റ്റിലും ഈ പറയുന്ന വേർഡ് തന്നെയാണോ കൊടുക്കുന്നത്? ആണോ? ഫങ്ഷൻസ് ഡിറ്റർമിൻ എന്ന് പറയുന്ന വേർഡ് തന്നെയാണോ ടെക്സ്റ്റിലുള്ളത്? ആണ്. I think it's a determine. ടൈപ്പ് മിസ്റ്റേക്ക് ആയിരിക്കാൻ വേണ്ടി കേട്ടോ. ഡിറ്റർമൈൻ ആയിരിക്കും, ഡിറ്റർമൈൻ. ഓക്കെ, നിർണ്ണയിക്കുക. അപ്പോ the responsibility of the department is to manage technical functions, determine of the type of linen to be purchased, the quantity of materials in stock, etc. Requirements for linen vary in various areas, and hospital needs to provide sufficient quantity of linen
for circulation as well as rest feed in storage. ഇത് വായിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ എന്താ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യുക, ടെക്നിക്കൽ ഫംഗ്ഷൻസ് മാനേജ് ചെയ്യുക, അതുപോലെ വരുന്ന ലിനൻ പർച്ചേസ് ചെയ്യുന്ന ലിനന്റെ ക്വാളിറ്റി അതിന്റെ മെറ്റീരിയൽസ് അതിന്റെ സ്റ്റോക്സ് ഇതെല്ലാം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. മീൻസ് ഡിറ്റർമൈനെ കറക്റ്റ് ഡിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ അത് പരിശോധിക്കുക, എല്ലാ കാര്യങ്ങളും. പിന്നെന്താണ് റിക്വയർമെന്റ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമായ ക്ലോത്ത്സ് ഏതൊക്കെയാണ് സഫീഷ്യന്റ് ആയ ക്വാണ്ടിറ്റിയിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായോ? ക്ലിയർ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻസ് ടെക്നിക്കൽ ഫംഗ്ഷൻസ് ഹാൻഡിൽ ചെയ്യുക, അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ക്ലോത്ത്സിന്റെ ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. അതുപോലെ ഏതൊക്കെ ഏരിയാസിൽ ഏതൊക്കെ ക്ലോത്ത്സ് വേണം, ഏതൊക്കെ ലിനൻസ് വേണം, അതിന് എത്ര ക്വാണ്ടിറ്റി ആണ്, അപ്പൊ സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിൽ അത് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വലിയ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് ഒന്നല്ല, സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, 10 കഴിഞ്ഞു, 2:32. അരമണിക്കൂർ നമ്മൾ സംസാരിച്ചാലും അരമണിക്കൂർ ഒരു പേജിന് നമുക്ക് തീർക്കാൻ പറ്റും അല്ലെ? നമ്മൾ വിചാരിച്ചല്ലേ കഴിയും. അപ്പൊ വിചാരിച്ചാൽ എന്തും നടക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമുക്ക് മൺഡേ കാണാം. മൺഡേ എനിക്ക് വരാൻ മടിയാണെങ്കിൽ ഞാൻ വെനസ്ഡേ വരുന്നതായിരിക്കും. എനിക്ക് ചിലപ്പോ അങ്ങനെ മടി വരും, അതുകൊണ്ട് വെനസ്ഡേ ചിലപ്പോ വരും. ഓക്കെ, അറിയാലോ എന്നെ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. നമ്മളിപ്പോ തന്നെ മിസ്സിന് മടിയുണ്ട് അല്ലേ? നമ്മള് സൺഡേ കഴിഞ്ഞ് വരെയല്ലേ, അപ്പൊ ഒരു മടി വരും. അപ്പൊ ഞാൻ ജോബ് സാറിനെ കൂടെ കേട്ടും ഞാൻ വ്യാഴാഴ്ച കയറും. അതാണ് സത്യം പറയാലോ, അതാണ് നടക്കുന്നത്. നിങ്ങളോട് ഇങ്ങനെ പറയുന്നതിനാ, അത്രയേ ഉള്ളൂ. അപ്പൊ ബൈ ടു ഓൾ. See you on the next class. Okay. Okay. Thank you, Miss. Have a nice day.